ഈ സോഷ്യൽ വർക്കൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ട്, അതൊക്കെ ആർക്കും ചെയ്യാവുന്ന ഒന്നല്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മിക്കവാറും നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. അത് MSW പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ MSW ഒരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ ഇത് നമുക്ക് കേൾക്കാം. ശരിയാണ്, ഒരു സോഷ്യൽ വർക്കർ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും കണ്ടു കഴിഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നും. പക്ഷെ ശരിക്കും അത് അങ്ങനെയല്ല. അവിടെയാണ് സോഷ്യൽ വർക്കും സോഷ്യൽ സർവീസും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥ പറഞ്ഞു തന്നെ തുടങ്ങാം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് മീൻ വേണമെന്നിരിക്കട്ടെ. അയാൾക്ക് ഇന്ന് ആവശ്യമുള്ള മീൻ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു കൊടുക്കുന്നു. നാളെയും അയാൾക്ക് ഇതേ ആവശ്യം വരാം, അപ്പോഴും നമ്മൾ ഇതേ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അയാൾ നമ്മളോടൊരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ആവുകയും, അതായത് ഒരു വിധേയത്വം നമ്മളിത് കൊടുക്കുകയാണല്ലോ, അങ്ങനെ ആ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോകും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സർവീസ് ആണ്. അയാൾക്ക് വേണ്ടത് എന്താണോ അത് നമ്മൾ കൊടുക്കുന്നു. ഹെൽപ്പ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരാൾക്ക് മീൻ വേണമെന്നിരിക്കട്ടെ, അയാളെ നമ്മൾ മീൻ പിടിക്കാൻ പ്രാപ്തനാക്കുമ്പോൾ അത് സോഷ്യൽ വർക്കായിട്ട് മാറുന്നു. അപ്പോൾ ഇയാളെ മീൻ പിടിക്കാൻ പ്രാപ്തനാക്കിയാൽ എന്താ സംഭവിക്കുന്നത്? അയാൾക്ക് വേണ്ട മീൻ അടുത്ത ദിവസങ്ങളിൽ പിടിച്ചോളും. അപ്പോൾ ഈ വിധേയത്വം എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നില്ല. ഇതാണ് സോഷ്യൽ വർക്ക്. സോഷ്യൽ സർവീസും സോഷ്യൽ വർക്കുമായിട്ടുള്ള ഒരു വലിയ അന്തരം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. സോഷ്യൽ വർക്കേഴ്സ് ആരെയും ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ആർ ട്രൈയിങ് ടു ഹെൽപ്പ് ദം ടു ഹെൽപ്പ് ദംസെൽസ്. അതായത് ഒരാൾ അയാളെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ, അയാളെ തന്നെ അയാളുടെ കഴിവുകൾ മനസ്സിലാക്കി അതിലേക്ക് വരാൻ സഹായിക്കുന്ന ഒരു പ്രൊഫഷനാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഞാൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ എന്ന് പറയാൻ കാരണമെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾ എടുക്കുക. അവിടെ കുറേ ആളുകൾ തിങ്ങിപ്പാർക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് പൊവേർട്ടി എന്ന് പറയുന്ന, ഇപ്പം ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ഈ വ്യക്തികൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ബേസിക്കലി വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന രീതിയിൽ ചെല്ലുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ അനുവദിച്ചു കൊടുക്കാം, അവർക്ക് കുറച്ച് ഫണ്ട് കൊടുക്കാം, അവർക്ക് വേണ്ടപ്പോൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഇതേ കോണ്ടെക്സ്റ്റ് ഒരു സോഷ്യൽ വർക്കറിലേക്ക് എത്തുകയാണെങ്കിൽ ആ സോഷ്യൽ വർക്കർ അവിടെ വർക്ക് ചെയ്യുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു അസസ്മെൻ്റ് ആണ്. എന്താണ് എക്സാക്ട്ലി അവിടെ പോവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന സിറ്റുവേഷൻ നിലനിൽക്കുന്നത് എന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ കാരണങ്ങൾ കൃത്യമായി പഠിക്കാൻ സോഷ്യൽ വർക്ക് കൃത്യമായിട്ടുള്ള ടൂൾസ് ഉണ്ട്. ഇത് പഠിച്ചതിന് ശേഷം അപ്പോൾ മനസ്സിലാവും ഇതാണ് ഇതിൻ്റെ കാരണങ്ങൾ. ഈ കാരണങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ സൊല്യൂഷനിലേക്ക്, അതിനെ എങ്ങനെയാണോ പരിഹരിക്കേണ്ടത് അതിലേക്കാണ് സയൻറ്റിഫിക്കലി സോഷ്യൽ വർക്കർ ലീഡ് ചെയ്യുക. ഇത് സിസ്റ്റമാറ്റിക്കലി ഇൻ്റർവെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത്. ഇവിടെയാണ് അതൊരു പ്രൊഫഷനായിട്ട് മാറുന്നത്. വേറെ ഒരു കോണ്ടെക്സ്റ്റ് കൂടി എടുക്കാം. ഇപ്പോൾ ഏറ്റവും പ്രശ്നകരമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ലഹരി വസ്തുവിൻ്റെ ഉപയോഗം. അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കുറേ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു വ്യക്തിയെ ഫോഴ്സ്ഫുള്ളിയോ അല്ലെങ്കിൽ അയാളുടെ വില്ലിങ്നെസ്സോട് കൂടിയോ നമ്മൾ ഒരു സെൻറ്ററിൽ എത്തിക്കുന്നു എന്നിരിക്കട്ടെ, അവിടം കൊണ്ട് അയാളുടെ ട്രീറ്റ്മെൻറ്റ് തീരുന്നില്ല. ആ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ലഹരി വസ്തുവിൻ്റെ ഉപയോഗം കാരണം അയാളിൽ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അയാൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ പ്രശ്നങ്ങളുണ്ടാവും, അയാൾ ജീവിക്കുന്ന കുടുംബത്തിൽ ആ പ്രശ്നം ഉണ്ടാവാം, അയാളുടെ കുട്ടികളിൽ പ്രശ്നം ഉണ്ടാകാം. ഇനി ഇതേ സാധനം കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ വ്യക്തിമായിട്ടുള്ള അവയർനെസ് ഇല്ലായ്മ, എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യണമെന്ന് അറിയാതിരിക്കുക, ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകളൊക്കെ ആര് ഐഡന്റിഫൈ ചെയ്യും, ആരതിനൊരു ഇന്റർവെൻഷൻ കൊടുക്കും. ഇനി സ്കൂളുകൾ എടുത്താൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്കൂൾ കൗൺസിലർ എന്ന് പറയുന്ന ഒരു റോള് പലപ്പോഴും സോഷ്യൽ വർക്കേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന കാരണം. അതിൻ്റെ ഒരു കാരണം ഇതാണ്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നു, അവൻ വളരുന്ന ഫാമിലി, അവൻ വളരുന്ന കമ്മ്യൂണിറ്റി, ദെൻ അവൻ്റെ എൻവയോൺമെന്റ്, അവൻ്റെ സ്കൂൾ, ഇതെല്ലാമാണ് അവനെ രൂപപ്പെടുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു ഇൻഡിവിജ്വലിൽ തുടങ്ങി ഒരു കമ്മ്യൂണിറ്റി ലെവലിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ചൈൽഡ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ചൈൽഡ് റിയറിംഗ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പം പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ അവർക്ക് തോന്നും ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് തോന്നും. അതായത് കുറച്ച് ആളുകൾ കൂടി ഇരുന്നിട്ട് അവർ സംസാരിക്കുന്നു, അവർ ചില ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ഇതാണ് പുറമേ കാണുന്നത്. എന്നാൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചേർഡ് മെത്തേഡ് ആണ്. ഇത് ചെയ്യാൻ ട്രെയിൻഡ് ആണ് സോഷ്യൽ വർക്കേഴ്സ് ഓരോരുത്തരും എന്ന് പറയുന്നത്. സോ ഇത്തരം ആക്ടിവിറ്റീസ് ശരിക്കും വേണ്ട സെന്ററുകളാണ് ഓൾഡ് ഏജ് ഹോംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് എന്ന് പറയുന്നത്, അതേപോലെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്റർനാഷണൽ സെനറിയോ ഒന്ന് പരിശോധിക്കാം. ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ഇപ്പം നിങ്ങളിൽ പലരും പുറം രാജ്യങ്ങളിലും ഫോറിൻ കൺട്രീസിലൊക്കെ പോകുന്നവരും അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നവരും ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതായത് ഞാൻ ഡെവലപ്ഡ് കൺട്രീസിന്റെ കാര്യമാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ UK അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ പോലുള്ള കൺട്രീസ് സോഷ്യൽ വർക്കേഴ്സിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ആണ്. റെഗുലേറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ മെഡിക്കൽ കൗൺസിലുണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്ത ആ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോക്ടറിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ലോയേഴ്സിന് ബാർ കൗൺസിലുണ്ട്. അവിടെ രജിസ്ട്രേഷൻ ഉള്ളവരാണ് അഡ്വക്കേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇന്റർനാഷണൽ ലെവലിലും ഉള്ളത്. ഇവിടുന്ന് തന്നെ പല സ്റ്റുഡൻസും അല്ലെങ്കിൽ പലരും MSW കഴിഞ്ഞതിന് ശേഷം മറ്റൊരു കൺട്രിയിലേക്ക് ജോലിക്കായിട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അവർ കൃത്യമായിട്ട് അവിടെയുള്ള ഒരു രജിസ്ട്രേഷൻ എടുക്കാതെ അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇന്ത്യയിൽ നിലവിൽ അത്തരം ഒരു റെക്കഗ്നൈസ്ഡ് ബോഡി ഇല്ലാത്തതും അല്ലെങ്കിൽ അത്തരം റെക്കഗ്നേഷൻ ഇല്ലാത്തതും ഒക്കെ നമ്മൾ സോഷ്യൽ വർക്കേഴ്സിനെ സംബന്ധിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സാഹചര്യം കൊണ്ടാണ്, ഈ ഒരു കോണ്ടെക്സ്റ്റ് കൊണ്ടാണ് പലർക്കും സോഷ്യൽ വർക്കിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് സോഷ്യൽ വർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ധാരണ പലരിലും ഉള്ളത്. സോഷ്യൽ വർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതിന് കൃത്യമായ ട്രെയിനിങ്ങും അതിന് കൃത്യമായിട്ടുള്ള സയന്റിഫിക് സ്റ്റഡിയും ഒക്കെ വേണ്ട ഒരു പ്രോസസ്സ് തന്നെയാണ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിനുള്ളിൽ തന്നെ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഉണ്ട്, ഫാമിലി ആൻഡ് ചൈൽഡ് ഉണ്ട്, സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, മെഡിക്കൽ ആൻഡ് സൈക്കാട്രി ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ സോഷ്യൽ വർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ സോഷ്യൽ വർക്കേഴ്സിന് കൃത്യമായ സാലറിയോ കൃത്യമായ റെക്കഗ്നിഷനോ കൃത്യമായ പരിഗണനയോ അല്ലെങ്കിൽ റോൾ ഡിവിഷനോ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എങ്കിൽ എന്തുകൊണ്ട്?